Okay, this is a അടുത്ത പ്രോബ്ലം. അതായത് ഹെക്സഗണൽ പ്രിസം റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ ഓൺ HP. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഇതിനൊരു ഇൻക്ലിനേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ബേസ് എഡ്ജിലായിരുന്നു. അപ്പൊ നമ്മൾ സോളിഡ്സിന്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. റെസ്റ്റ് ചെയ്യുന്നത് ബേസ് എഡ്ജിലാണോ കോർണറിലാണോ? ഫസ്റ്റ് വൺ. ദെൻ ഇൻക്ലിനേഷൻ വിത്ത് HP എത്രയാണ്, ഇൻക്ലിനേഷൻ വിത്ത് VP എത്രയാണ്? ഓക്കെ, ഇവിടെ ഇൻക്ലിനേഷൻ വിത്ത് XY ലൈനിൻ ടോപ്പ് വ്യൂ എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഈ അപ്പാരന്റ് ഇൻക്ലിനേഷൻ തരുമ്പോഴും ഇൻക്ലിനേഷൻ വിത്ത് VP എന്ന് പറയുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊരു സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഈ ക്ലാസ്സിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ കൺഫ്യൂഷൻ വരും. നിങ്ങൾ 1-2 പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ അത്ര ഒരു പ്രോബ്ലം ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓരോ പടിപടിയായിട്ട് വളരെ സ്ലോ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹെക്സഗണൽ പ്രിസം ബേസ് 20, ഹൈറ്റ് 60, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് base corner on HP in such that the axis is inclined 35 degree to HP and 40 degree to XY line in top view. Okay, so first of all we can draw a circle of base diameter 40 or base radius 20 mm. നമുക്ക് ബേസ് എത്രയാണോ തന്നിരിക്കുന്നത് അത് റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ ചെയ്യാൻ വരച്ച് 20 mm വെച്ച്. ഓക്കെ, ദെൻ ഇനി ചെയ്യേണ്ടത്, ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? ബേസ് കോർണറിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കോർണർ വരണം. ഓക്കെ, അപ്പോൾ കോർണർ റൈറ്റ് സൈഡിൽ വരണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതിനു മുമ്പുള്ള പ്രോബ്ലത്തിൽ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഇവിടെ XY ലൈന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ദാറ്റ്സ് എ ഡിഫറൻസ്. ദെൻ ആ പാരലൽ ആയിട്ടുള്ള ലൈൻ സർക്കംഫറൻസ് ടച്ച് ചെയ്യുന്ന 2 പോയിന്റിൽ നിന്നും നമ്മൾ 2 ആർക്കുകൾ വരക്കുന്നു. ഓക്കെ, ദെൻ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഹെക്സഗൺ കിട്ടും. ഹെക്സഗൺ ഓഫ് ബേസ് 20. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. ഹൈറ്റ് 60 mm ആയതുകൊണ്ട് അപ് ടു XY ലൈൻ നമ്മൾ തിൻ ലൈൻ ആയിരിക്കും വരുന്നത്. ദെൻ സോളിഡിന്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നു. സോ തിക്ക് ലൈൻ. ഈ ലൈനുകളെല്ലാം XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ആ നോട്ടേഷൻസ് കൊടുക്കാം. ഓക്കെ, അനോട്ടേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് A, B, C, D, E and F are the base coordinates. A dash, B dash, C dash, D dash. ഇവിടെ A, B, C, D വരെ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. E dash ബ്രാക്കറ്റിൽ പോകും. ബിക്കോസ് C dash നമുക്ക് ഹിഡൻ ആണ്. ദെൻ F dash ഓൾസോ ഹിഡൻ.
ഇവിടെ 2 കോർണേഴ്സ് മാത്രമേ ബ്രാക്കറ്റിൽ പോകുള്ളൂ. ബിക്കോസ് സോളിഡ് നേരത്തെ സോളിഡ് ഇരുന്നത് ഇങ്ങനെയായിരുന്നു, ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്ക് ഇത് രണ്ടുമായിരുന്നു കാണുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് സോളിഡ് ഇരിക്കുന്നത് ഇതുപോലാണ്. ഒരു എഡ്ജ് വി പിക്ക് പാരലാക്കിക്കൊണ്ട് ഒരു കോർണർ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ. ഓക്കെ, ഇതായിരിക്കും നമുക്ക് വിസിബിൾ ആകുന്ന എഡ്ജുകൾ. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ ടോപ്പ് കോർണേഴ്സിന് പേര് കൊടുക്കാം. 1, 2, 3, 4, 5 and 6. അത് കൊടുക്കുമ്പോഴത്തേക്ക് ബേസിലെ കോർണേഴ്സ് എല്ലാം ബ്രാക്കറ്റിൽ കൊടുക്കണം. ദെൻ 1', 2', 3' and 4' are visible. 5' and 6' are in bracket. Okay, then simple position of hexagonal prism resting on one of its base corner on HP തീർന്നു. ബേസ് കോർണറിലായതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ കോർണർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഇൻക്ലിനേഷൻ കൊടുക്കാം. ദാറ്റ് ഈസ് 35 ഡിഗ്രി ടു HP ആണ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 35 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള ലൈൻ റൈറ്റ് സൈഡിലേക്ക് വരക്കുന്നു. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് 60 mm എടുത്തു വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കോമ്പസ് വെച്ച് വീണ്ടും മാർക്ക് ചെയ്യാം. നമ്മുടെ ടൈം കുറച്ചുകൂടെ സേവ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ സോൾഡിൽ ഇതായിരിക്കും ബെറ്റർ. ഓക്കെ, അതിന് 2 പെർപെൻഡിക്കുലേഴ്സ് ഞാൻ ഇപ്പൊ തന്നെ വരച്ചു വെക്കുന്നു. ഇനി 90 ഡിഗ്രി എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം തെറ്റാനുള്ള ചാൻസുകൾ കുറയും. അല്ലെങ്കിൽ നമുക്ക് ഒരല്പം ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സോൾഡ് മൊത്തത്തിൽ തെറ്റും. എൻ്റെ തിൻ ലൈൻ വരക്കുക. ദെൻ ലെങ്ത് എടുക്കുക. A to A' to D' ലെങ്ത് എടുത്ത് എവിടെയും മാർക്ക് ചെയ്യുന്നു. ദെൻ A' to B' ലെങ്ത് എടുക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇതേ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇപ്പറേ വരുന്നത്, C to D ലെങ്തും. സോ അതും ഇതിനൊപ്പം തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഓൺ ടൈമിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമുക്കത് ഓക്കെ. തിൻ ലൈൻസ് നമുക്ക് താഴേക്ക് വരക്കാം. ഇവിടുന്ന് ടെൻ ലൈൻസ് ഹൊറിസോണ്ടലായിട്ട് വരക്കണം ഓരോ പോയിന്റ്സിൽ നിന്നും. ദെൻ ജോയിൻ ചെയ്യാം. ഇവിടെ പേര് കൊടുക്കണം ആദ്യം. A', B', C', D', E', F'. Okay, G dash and 1', 2', 3', 4', 5' and 6'. Here that is A, B, C, D, E and F. 1, 2, 3, 4, 5 and 6.
ഓഫ് കോഴ്സ് ഫ്രം ദ ടോപ്പ് വ്യൂ നമുക്ക് എന്ത് വിസിബിൾ ആയിരിക്കും? സോളിഡ് മുകളിലേക്ക് തിരിഞ്ഞല്ലേ ഇരിക്കുന്നേ, നിങ്ങളുടെ നേരെ ഇരിക്കുന്നതുകൊണ്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ടോപ്പ് വ്യൂവിൽ നമുക്ക് 1 2 3 4 5 6 ഫുള്ള് വിസിബിൾ ആയിരിക്കും. ഓക്കെ, 1 to 2, 2 to 3, നമുക്ക് 2 to C അങ്ങ് വരച്ചേക്കാം, കാരണം ഇത് ബൗണ്ടറി ആയതുകൊണ്ട് അത് വേണമെന്നുണ്ട് വരച്ചിടാം. ദെൻ 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6 and 6 to 1. ഇത്രയാണ് തിക്ക് ലൈൻസ് വരുന്നത്. അതായത് മുകളിൽ വരുന്ന ഫേസ് ഫുള്ള് വിസിബിൾ ആയിരിക്കും. നമുക്ക് ഈ സോളിഡ് കോർണറിൽ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫസ്റ്റ് ഈ ഫേസ് ഫുള്ള് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ. അതുകൊണ്ടാണ് ഫുള്ള് തിക്ക് വരച്ച്. ദെൻ ബൗണ്ടറി ലൈൻസ് ഫുള്ള് നമുക്ക് തിക്കാക്കാം. ദെൻ 4 to D എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ ഏറ്റവും മുകളിലുള്ളത്. അത് എന്തായാലും വിസിബിൾ ആയിരിക്കും, എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ ഏറ്റവും ആദ്യം കാണുന്ന ലൈൻ ഏതാണോ അത് ഇവിടെ തിക്കായിരിക്കും, തിക്കായിരിക്കും. ദെൻ F to A ഡോട്ടഡ് ആയിരിക്കും. എൻ്റെ കാര്യങ്ങളെല്ലാ പ്രോബ്ലത്തിലും ഞാൻ പറയാറുള്ളതാണ്. A റെസ്റ്റ് ചെയ്യുന്ന എഡ്ജാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് വന്നു. നമുക്ക് ഇനി സോളിഡിനെ എടുത്ത് ഇൻക്ലിനേഷനിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ സോളിഡ് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എത്രയാണ് ഇൻക്ലിനേഷൻ എന്ന് കൊടുക്കുന്നു. ടോപ്പ് വ്യൂവിൽ 40 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 40 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്തിട്ട് സോളിഡിനെ ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 40 ഡിഗ്രി ഇൻക്ലിനേഷൻ. സ്പേസ് ഒന്ന് ആലോചിക്കണം. കുറച്ചുകൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. നമുക്കിനി ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം എനിക്ക് കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് മിസ്സാണ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ സോളിന്റെ മൊത്തത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മതി. ഓക്കെ, എനിക്കിപ്പോൾ ഇത് കിട്ടും. സോ ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ ടോപ്പിലുള്ള ഏറ്റവും ബൗണ്ടറി ആയിട്ട് നിൽക്കുന്ന മാക്സിമത്തിലൊരു റെക്ടാങ്കിളാണ് ഞാൻ വരക്കുന്നത്. എനിക്ക് പല മെത്തേഡ്സ് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് അതാണ്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അത് ചെയ്തിട്ട് വരക്കാം. പെർപെൻഡിക്കുലർ ആണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പോയിന്റ്സുകൾ ഏതൊക്കെ വരും എന്നുള്ളത് നോക്കാം. D to A മാർക്ക് ചെയ്യുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും 1 to 4 വരേണ്ടത്. ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. രണ്ട് സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കും വരുന്നത്. ദെൻ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ലെഫ്റ്റ് സൈഡിലും വരുന്നത്, അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ അറ്റ് എ ടൈം തന്നെ എല്ലാ പോയിന്റ്സും കൂടെ ഒരുമിച്ച് മാർക്ക് ചെയ്യുക ചെയ്യുന്നത്. എനിക്ക് പേര് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡ് എളുപ്പമാണെന്ന് പറഞ്ഞത്. ഒരു 2 കോമ്പസിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോയിന്റ്സും അറ്റ് എ ടൈം മാർക്ക് ചെയ്യാൻ പറ്റും. 4 പോയിന്റ്സ് വരെ ഒരുമിച്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ പെൻസിൽ ഞാൻ ഷാർപ്പൻ ചെയ്യുന്നു, അത് വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ തന്നെ അത് അനലൈസ് ചെയ്തോണം. ഞാൻ വരക്കുന്ന ലൈനുകൾക്ക് ഡാർക്ക് ഇത് കൂടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് തിന്നാക്കണം. ദെൻ ഇവിടെ ഏതൊക്കെയാണോ തിക്കായിരിക്കും ആ ലൈനുകളെല്ലാം ഇവിടെ എനിക്ക് തിക്കായിരിക്കും. പേര് കൊടുത്തേക്കാം. 1 2 3 4 5 and 6.
ഹിയർ എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളത് പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊജക്റ്റ് ചെയ്യുന്നു ഞാൻ മുകളിലേക്ക്. എല്ലാ പോയിന്റ്സും ഹൊറിസോണ്ടലായിട്ട് ഞാൻ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. സോറി, ആ പോയിന്റ് ആക്ച്വലി പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ കുറച്ചുകൂടെ ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വേണം. ഈ ലൈൻ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് മായച്ചേക്കാൻ പറ്റുന്നത് കൊണ്ടല്ല. എല്ലാ ലൈനോട് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആണ് നമുക്ക്. സി ബി ഇ എ എഫ് റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതൊരു കാരണവശാലും തെറ്റില്ല. ഇതിപ്പോൾ എനിക്കൊരു ഉദ്ദേശം വരച്ച് പോവാണ്. എനിക്കിപ്പോൾ ആ ഒരു ലൈൻ ചരിഞ്ഞ് പോയിട്ടുണ്ട്. എൻ്റെ റോളർ സ്കെയിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതുണ്ടാവില്ലായിരുന്നു. ഓക്കെ, ആക്ച്വലി ഒരു ആവശ്യമുള്ളൊരു ലൈൻ തന്നെയാണ് ചരിഞ്ഞ് പോയത്. Project all horizontal lines. Sometimes it may be in a single line or different line. എല്ലാ പോയിന്റ്സും പ്രൊജക്ട് ചെയ്ത് ഇനി പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 1 2 3 4 5 and 6. 1 dash 2 dash 3 dash 4 dash 5 dash and 6 dash. Then A dash, B dash, C dash, D dash is not yet projected. Miss ചെയ്തായിരുന്നു എനിക്ക്. D dash, E dash, F dash. Okay. കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ തന്നെ ഇവിടുന്നാണ് ഞാൻ വ്യൂ ചെയ്യുന്നത്. അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞ ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് ഇവിടുന്ന് വ്യൂ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നേരെയാണ്, അല്ലെങ്കിൽ ദിസ് ഫേസ് ഈസ് നിയറർ ടു ദ ഒബ്സർവർ. ഇങ്ങനെയാണ് സോളിഡ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് 1 2 3 4. അപ്പൊ ഈ 1 2 3 4 ഫുൾ എനിക്ക് വിസിബിൾ ആണ്, എന്റെ നേരെ ഇരിക്കുന്ന എച്ച്. അപ്പൊ അത് ഫുൾ ഇവിടെ തിക്കാക്കാം നമുക്ക് ആദ്യം തന്നെ. 1 to 2 2 to 3 3 to 4 4 to 5 5 to 6 and 6 to 1. ഒരു സോളിഡിന്റെ ഒരു ധാരണ വന്നു. ദെൻ ഇതായത് ബൗണ്ടറി വരുന്നത് നോക്കാം. 1 to A ഒരു ബൗണ്ടറിയാണ്, അതിനെ തിക്കാക്കിയേക്കുക. A to B ഒരു ബൗണ്ടറിയാണ്, B to C ഒരു ബൗണ്ടറിയാണ്, C to D ആണോ ബൗണ്ടറി, C to 3 ആണോ ബൗണ്ടറി നോക്കണം. C to D ആണ് ബൗണ്ടറി.
ഓക്കെ, അത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ അറിയാം ഡി അതിന്റെ പുറത്താണോ അകത്താണോ വരുന്നത്. പുറത്താണ് വരുന്നത്. അപ്പോൾ ഡി ആണ് ബൗണ്ടറി. അപ്പോൾ D2 4 പിന്നെ ബൗണ്ടറി ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സോളിഡ് ഇരിക്കുന്നതിനെ പറ്റി ഏകദേശം ഒരു ധാരണ വന്നു. ദെൻ യു ക്യാൻ ഡ്രോ ദ റിമൈനിങ് C2 3 വരക്കാം. നമുക്ക് 2 B വരക്കാം. ഒരു സോളിഡിന്റെ ഒരു രൂപരേഖ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നിയായിരിക്കുന്നു. ദെൻ 5 E വരാനുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഓഫ് കോഴ്സ് ഡോട്ടഡ് ആയിരിക്കും. ദെൻ 6 D നോക്കുക, അത് അകത്തോടെയാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഡോട്ടഡ് ആയിട്ട് വരണം. എനിക്കിപ്പോൾ സിംഗിൾ ഒറ്റ ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ D2 E ഡോട്ടഡ് ആയിരിക്കും. E2 D ഡോട്ടഡ്. ഓക്കെ, ഇതായിരിക്കും കംപ്ലീറ്റ് ഫിഗർ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്ത മെത്തേഡ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, മറ്റേതെങ്കിലും കോളേജുകളിൽ സ്റ്റുഡൻസിന് ഇത് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ അതിനോടൊരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന മറ്റാരെങ്കിലും സ്റ്റുഡൻസുകളോ ഡൗട്ടോ ഉള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.